എനിക്ക് ആലോചിച്ചിട്ട് കയ്യും കാലും വിറയ്ക്കുന്നുണ്ടമ്മേ. നീ വെറുതെ ടെൻഷൻ ആവല്ലേ. എന്താ അവൻ്റെ ഉദ്ദേശം എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് തന്നെ അവൻ്റെ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ അത്രയ്ക്കൊക്കെ സ്മാർട്ടാണോ? പണ്ടല്ലായിരുന്നു. എന്നിട്ടിപ്പോ നീ എന്താ ചെയ്യണേ? ഞാനിത് അവൻ കൊണ്ടുവന്ന സാരി എടുത്തോണ്ട് നിൽക്കുന്നു. എന്തിന്? ആനന്ദേട്ടൻ ഇതെടുത്ത് കാണണമെന്ന്. നിന്റെ ഒരവസ്ഥ. ഹലോ പാറു, നീ കേൾക്കുന്നില്ലേ? ഹലോ. പെർഫെക്റ്റ് മാച്ച്. വിനുവിനെ സമ്മതിക്കണം. നീ നിനക്ക് വേണ്ടി തന്നെ ഒരു സാരി ചൂസ് ചെയ്താൽ പോലും ഇത്രയും മാച്ച് ഉണ്ടായിരിക്കില്ല. ഈ കളറിന്റെ പേരെന്തായിരുന്നു? റൂബി പിങ്ക്. റൂബി പിങ്ക്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഫസ്റ്റ് നൈറ്റിലും നീ ഇതേ കളർ സാരിയാണ് കൊടുത്തിരുന്നത്. ഞാനിപ്പോൾ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് നീ ശ്രദ്ധിക്കുന്നില്ലേ? ആ, നമ്മള് അപ്പൂസ് അവൻ ഉറങ്ങല്ലേ? നമ്മുടെ അപ്പൂസ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങിയാൽ മതിയോ? എന്താ? ഞാൻ പാർവതിയാ വിളിച്ചത്. അതാ ചോദിച്ചത് എന്താന്ന്. ഞാൻ തേപ്പേട്ടി എടുക്കാൻ വന്നതാ. അവിടെങ്ങാനും കാണും. ഒച്ച ഉണ്ടാക്കാതെ എടുത്തിട്ട് പോയിക്കോ. ഇവിടെ മോൻ ഉറങ്ങുവാ. വിനു കൊണ്ടുവന്ന ഭാഗ്യം, സ്റ്റീലായതുകൊണ്ട് പൊട്ടിയില്ല. ഇതാണോ നിങ്ങളുടെ തേപ്പ് പൊട്ടി? ശരിയാണല്ലോ, മാറിപ്പോയതാ. ഹലോ, നീ തന്ന ഫോണിൽ നിന്ന് ആദ്യത്തെ കോൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളിച്ചു കള്ളൻ. ആനന്ദേട്ടാ. എന്താടാ ശബ്ദത്തിനൊരു കനം? നേരിട്ട് വന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഫോണിൽ വിളിച്ചത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. നിനക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതല്ല ആനന്ദേട്ടാ. എടാ, കല്യാണം അടുക്കാറാവുമ്പോ നല്ല പേടിയും ടെൻഷനും ഒക്കെ വരുന്നത് സാധാരണയാണ്. പിന്നെ പ്രേമം, അത് നിന്റെ ഉള്ളിൽ എത്രത്തോളം കുലുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്നതല്ലേ. ആനന്ദേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഡാടാ, കല്യാണത്തിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോ ഈ വർത്തമാനം പറഞ്ഞ വേറെ വല്ല ചെക്കനായിരുന്നെങ്കിലേ അടിച്ചവന്റെ മണ്ട ഞാൻ പൊട്ടിച്ചേനെ. ആനന്ദേട്ടാ, എത്ര പറഞ്ഞാലും ഇവനൊക്കെ അറിയത്തേയുള്ളൂ. കണ്ടാ, നമ്മൾ ഉണ്ടറച്ചപ്പോഴേക്കും അയാള് ബോംബിട്ട് കഴിഞ്ഞു. എന്താ അടുത്ത ആഴ്ച വിവാഹിതരാകുന്നു. കണ്ടാ എങ്ങനെയുണ്ട്? അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ കല്യാണത്തിന് നിർബന്ധിക്കണോ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? സോറി, ഞാൻ പെട്ടെന്ന് പഴയ ആനന്ദനായിപ്പോയി. നീ ഇരിക്കെ, ടെൻഷനാവല്ലേ. പാറു, ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചത് അവൻ കാരണമല്ലേ. അപ്പൊ അങ്ങനൊന്നും പറയാൻ പാടില്ല. ചായ കുടിക്കേ. ഇങ്ങനൊരു അളിയനെ കിട്ടാനും ഭാഗ്യം ചെയ്യണം കേട്ടോ. തിരിച്ചങ്ങോട്ടും വിനുവിന് വലിയ സ്നേഹ. കല്യാണം കഴിഞ്ഞ ആനന്ദനെയും കൂടെ ഹണിമൂണിന് കൊണ്ടുപോകണമെന്നാ വിനു പറഞ്ഞിരിക്കുന്നത്. ഇതവൻ തന്നെ. ഇവനെ ഞാൻ കോളേജ് പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. ഹെയർ നല്ല ലെങ്ത് ഉണ്ടല്ലോ.
ഹെയറിന്റെ ലെങ്ത് ഇവളെന്താ ഇപ്പൊ തന്നെ കെട്ടാൻ വന്നാണ്? മേക്കപ്പ് ട്രയലാ. ട്രയല് മാത്രമേ കാണത്തുള്ളെന്ന് പറഞ്ഞേക്ക്. ഞാൻ താഴെ കാണും. എങ്ങനെയുണ്ട്? കൊള്ളാം. താങ്ക്സ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം ഈ മുടി ഇങ്ങനെ വേണ്ടെന്നല്ലേ. ഞാൻ ഓടി പറഞ്ഞു വിനുവേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. അതല്ല അമ്മേ, അച്ഛ, അഞ്ജലി, എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല. പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നല്ലേ? അതുകൊണ്ടല്ലേ? എനിക്കറിയാം. അനന്തേട്ടനോടെല്ലാം പറഞ്ഞിരുന്നു. ഏട്ടൻ പറഞ്ഞു വിനുവേട്ടൻ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നു. സാരല്ല വിനുവേട്ട. ആനന്ദം വിളിച്ചിരുന്നു. നീ വിളിച്ചതും അഞ്ജലിയെ പോയി കണ്ടതും ഒക്കെ പറഞ്ഞു. ഇതൊരു സൈക്കാട്രിക് പ്രശ്നം എന്നാ ആനന്ദം പറഞ്ഞത്. അല്ല ഇവിടെ പോ ഇറങ്ങിയതാ? അതും ഷർവാണി മേടിക്കാൻ. എന്നിട്ട് എന്താ ഇങ്ങനെ നിൽക്കണേ? ചെല്ല്. പേടിക്കാനൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ഇതാവൊന്നുമല്ല. അത് തന്നെ. Take it easy boy. It's okay. ചെല്ലട്ടെ. എടാ വിനുവേ, പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ പന്തലില് കൂട്ട തല്ലുണ്ടായെന്ന്. കല്യാണച്ചക്കന് അളിയന്റേന്ന് പൊതിരെ തല്ലിട്ടിയത്രേ. എന്തായാലും ആനന്ദിനെ പോലെ ഒരാളെ കിട്ടി നിന്റെ ഭാഗ്യാടാ. നല്ല സന്തോഷത്തിലാണല്ലോ. അമ്മ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ? അതൊക്കെ രാവിലെ കഴിച്ചതാടാ. ഇതൊന്നും അല്ല. ശരിക്കും സന്തോഷാ. കുഞ്ഞുണ്ണി, എന്തോ കുഞ്ഞുണ്ണി അഞ്ജലിയുടെ വീട്ടുകാർക്ക് വലിയ കാര്യമാണ്. പിന്നെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് കുഞ്ഞുണ്ണി എന്നാണ് അവർ പറയുന്നത്. അത് അവര് മാത്രമല്ല, എന്റെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഭാര്യയുടെ കൂട്ടുകാരിയും എന്തിനു വിനുസാർ വരെ പറയാറുണ്ട്. ആന്തലോട്ടാ, കുഞ്ഞുണ്ണി എന്തു പറഞ്ഞാലും അഞ്ജലിയുടെ വീട്ടുകാർ വിശ്വസിക്കും. അതെ. എന്നാ നീ ഒരു കാര്യം അഞ്ജലിയുടെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറയണം. എന്ത് കാര്യം? വിനു ഗൾഫിലെ കമ്പനിയിൽ കോടികളുടെ തിരിമറി നടത്തിയിട്ടാണ് നാട്ടിൽ വന്നതെന്നും നാട്ടിൽ വന്നതിന് ശേഷം നടത്തിയ ഓഡിറ്റിങ്ങിൽ അതെല്ലാം പിടിക്കപ്പെട്ടു എന്നും പറയണം. വിനുസാർ അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യും. നീ ഇതങ്ങ് പോയി പറഞ്ഞാ മതി. നിന്റെ ഈ വിനിസാറില്ലേ തിരിച്ചെത്തി കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടാൻ കാത്തുകയാണ് അവിടുത്തെ ഗവൺമെന്റ്. കല്യാണമെങ്ങാനും കഴിഞ്ഞാ ആ പെൺകുട്ടി നരകിച്ച് കണ്ണീര് കുടിച്ച് മരിക്കേണ്ടി വരും. ഇത് അവരോട് പോയി പറഞ്ഞേക്ക്. മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് കാട്ടി പിന്നെ എൻ്റെ പേരിൽ 2 ക്രിമിനൽ കേസ് ഉണ്ടെന്നും കൂടെ പറഞ്ഞേക്ക്. സാർ, പിന്നെ ഒരു മയക്കുമരുന്ന് കേസുണ്ടെന്നും പറഞ്ഞേക്ക്. കിടക്കട്ടെ. ഇതൊക്കെ ഞാൻ പോയി പറയണോ? മിനിമം ഇതെങ്കിലും പറയണം. വേണമെങ്കിൽ നീ 2 കയ്യിൽ നിന്ന് കൂടെ ഇട്ടോ. സാർ ഇതൊന്ന് നോക്കി. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ട് പോയി. അതൊന്നും കുഴപ്പമില്ല, നീ ഇതങ്ങ് പോയി പറഞ്ഞാൽ മതി. ഇല്ല സാറേ, മാല ഇട്ട് കഴിഞ്ഞാൽ കള്ളം പറയാൻ പറ്റൂല. ആ സമയം മാല ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിക്കാതിരിക്കാൻ പറ്റൂല സാർ. കുഞ്ഞുണ്ണി, നിന്റെ വിനുസാറാണ് ഈ പറയുന്നത്. നീ ഇത് പോയി പറ. മാല ഇട്ടിട്ട് കള്ളം പറഞ്ഞ ഒന്നും സംഭവിക്കില്ല. ഇല്ല സാർ, മലയ്ക്ക് പോവാൻ മാല ഇട്ടിട്ട് കള്ളം പറഞ്ഞ മലയ്ക്ക് പോകുമ്പോൾ പുലി പിടിക്കും. പുലിക്ക് അവിടെ വേറെ പണിയുണ്ട് കുഞ്ഞുണ്ണി. ഇല്ല സാർ, അയ്യപ്പ സ്വാമിയോട് കളിക്കാൻ പാടില്ല, ശാപം കിട്ടും. നിന്നെ പുലി പിടിക്കും. ഓരോ കല്യാണ ആലോചനയായിട്ട് വന്നിരിക്കുന്നു. മാലയിട്ട് പോയി അല്ലായിരുന്നെങ്കിൽ നിന്നെ പുഴുങ്ങി എടുത്തേനെ കേട്ടോടോ. അയ്യപ്പാ, ഇവനെ അങ്ങ് ഇതാണ് ഭ്രാന്തൻ. നല്ല സന്തോഷം. അല്ല, ഇത് തന്നെയാണോ വീട്? നീ ഇത് ആരോടായി ചോദിക്കുന്നത്? പണ്ട് അവളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ നട്ടപ്പാതിരാക്കി വരെ ഇവിടെ വന്നിട്ടുണ്ട്. നീ ആ മതിൽ കണ്ട? അതിൻ്റെ മുകളിൽ നിന്ന് നിന്റെ ചേട്ടൻ അവളുടെ ബർത്ത്ഡേക്ക് ചുമന്നവലും പറത്തി വിട്ടു. എൻ്റെ ഏട്ടൻ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു. മണ്ട ഇറങ്ങണ ബലൂൺ തീർന്ന്. ആരാണ് ഈ വിനു? എൻ്റെ കൂട്ടുകാരന്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെസ്റ്റ് എടുക്കാൻ കാരണം? അല്ല, അവൻ ഗൾഫിലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തതാ.
ഉം. ഡോക്ടർ എന്തെങ്കിലും ഇയാൾക്ക് കുട്ടികളുണ്ടാവില്ല ഇനി ഞാൻ വിചാരിച്ചാലും. വേണമെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷേ ഹോപ്പ്ലെസ് കണ്ടീഷനാണ്. അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. ശോ, കഷ്ടം. ഗുരുവായൂരിനടുത്ത് ഇരിങ്ങാപുരത്തു നിന്നാണ് കല്യാണം കഴിക്കുന്നത്, അറിയില്ലേ? എനിക്ക് ആ പയ്യന്റെ കാര്യം ആലോചിക്കുമ്പോ വലിയ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? 28-ാം തീയതി ഞായറാഴ്ച ഗുരുവായൂർ വെച്ചാണ് കല്യാണം, ശ്രീപാർവതി ഓഡിറ്റോറിയം. എല്ലാം ഒന്ന് ചുരുക്കത്തിൽ ചെയ്യുന്നതാ നല്ലത്. പെണ്ണിന്റെ പേര് അഞ്ജലിന്നാ. അവളോട് കാര്യങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും. അഞ്ജലിയുടെ ചേട്ടൻ ആനന്ദൻ ഭയങ്കര ദേഷ്യക്കാരനാ. ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. എന്നാലും അറിയിച്ചോളൂ, വെറുതെ അയാളുടെ ലീവ് കളയണ്ടല്ലോ. എന്താ ചേഞ്ച് റോസ് വീട്ടിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു ചേഞ്ച്. ഈ മണ്ടം കൂടെ എന്തൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും മനസ്സിലായിട്ടില്ല. അതെന്താ അത്രക്ക് പൊട്ടനാ ആള്? ഇയാള് പഠിച്ചെന്ന് ഡോക്ടർ അതല്ല, ഇയാള് സ്ക്രാച്ച് ആവാൻ വേണ്ടിയായതാ. നീ വണ്ടി എടു, വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഓ